ഒരു തേയിലവെള്ളം തരട്ടെ, ഒരു ഗ്ലാസ് തേയിലവെള്ളം എല്ലാവർക്കും തരട്ടെ. എല്ലാവരും ഒരു ഗ്ലാസ്, സപ്പോസ് ഒരു ഗ്ലാസ് തേയിലവെള്ളം എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പം ഞാൻ എല്ലാവരും ഒന്ന് കുടിച്ച് നോക്കിക്കേ. കറക്റ്റിന് തേയില, കറക്റ്റിന് പഞ്ചസാര, നല്ല ചൂട്, വലിയ കുഴപ്പമില്ലാത്ത കടും ചായ നമുക്ക് കുടിക്കാൻ പറ്റിയ രീതിയിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ദൈവം ആദ്യം ആദത്തിനെ ഔവയെ സൃഷ്ടിച്ചിട്ട് എല്ലാം പാകമായിട്ട് ചെയ്തു. നല്ല പൂക്കള്, നല്ല പഴങ്ങള്, എല്ലാം കൊണ്ടും നല്ല അന്തരീക്ഷം. കുറച്ച് കുശുമ്പും കുറച്ച് കുന്നായ്മയും കുറച്ച് വേണ്ടാത്ത പ്രവൃത്തികളും കുറച്ച് ചിന്താഗതികളൊക്കെ മാറി അവിടെ പ്രവർത്തിച്ചപ്പോഴാണ് അവർ നേരെ ഭൂമിയിലോട്ട് വന്നത്. ഇത് തന്നെയാണ് ഫാമിലി ചലഞ്ചസ്. നമുക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തലമുറകളുടെ വ്യത്യാസമാണ്. തലമുറകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 90 കിഡ്സ് ആൻഡ് 20 കിഡ്സ് നമുക്കെല്ലാം അറിയാം. 20 ആൽഫ, ജനറേഷൻ ആൽഫ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. 24 ജനിച്ച ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ എന്താണ്, സ്മാർട്ട് ഫോണും ടെക്നോളജിയുമായിട്ടാണ് കുട്ടി ഇറങ്ങി വരുന്നത്. നമ്മൾ ആരും പ്രത്യേകിച്ച് പറഞ്ഞൊന്നും കൊടുക്കണ്ട. അവർ ആ ലോകത്താണ്, അവരുടെ ജീവിത രീതി അതാണ്, സ്മാർട്ട് ഫോണും ന്യൂ ടെക്നോളജിയും. അതേസമയം 90 കിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ചിന്തിച്ച് നോക്കാം. അവർ ഇന്റർനെറ്റിനെ പറ്റിയും ടെക്നോളജിയെ പറ്റിയും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ആ കാലഘട്ടം അങ്ങനെയാണ്. ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് പഴയ തലമുറയും പുതിയ തലമുറയും നോക്കിയാൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ ഒന്നും നോക്കാൻ ആരുമില്ല. കുട്ടികൾക്ക് ജോലിക്ക് പോവാതിരിക്കാൻ പറ്റുമോ? വയ്യാതെ വരുന്ന അപ്പനെയും അമ്മയും ആര് നോക്കും? ആരും നോക്കാനില്ല. അവർ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ആ ഫാമിലിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അടിയും പിടിയും ഗുസ്തിയായിട്ടൊക്കെ അങ്ങ് പോകും. ഇതിൽ ഒരാൾ പോകുമ്പോൾ ആരുടെ അടുത്ത് ചെല്ലും? മരുമകളുടെ അടുത്ത് ചെല്ലുവോ? അവർക്ക് ജോലിക്ക് പോണ്ടേ? അവരെ കുറ്റപ്പെടുത്തരുത്. മരുമകന്റെ അടുത്ത് പോകുമോ? അതായത് ഇന്നത്തെ ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ട് അവർ മരണപ്പെടുന്നു? കൊറോണയുടെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന്. എന്ത് കൊറോണ? ഞാനിതൊക്കെ ശ്രദ്ധിച്ച് നോക്കാറുണ്ട്. കൊറോണയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആണോ ഇന്നത്തെ ചെറുപ്പക്കാർ മരിക്കുന്നത്? അതുകൊണ്ടാണോ? നോ, അവരുടെ സ്ട്രെസ്സാണ്. അവരുടെ ജോലി സ്ഥലത്ത് അവർ അനുഭവിക്കുന്ന മാനസിക സംഘടനം, പഠിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന മാനസിക പഠിക്കടാ 50-ൽ 47 കിട്ടിയാൽ നിന്റെ 3 എവിടെ? നീ പോയി 3 വാങ്ങിക്കൊണ്ട് വാ, അത് കഴിഞ്ഞ് മതി ബാക്കി. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അതിന് എക്സാമ്പിൾ പറയാം. എൻ്റെ കൊച്ച് 50-ന് 47 വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാൻ എൻ്റെ പ്രഭാ ബേക്കറി ചെന്ന് എൻ്റെ 2 മക്കൾക്കും വയറ് നിറയെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ മോളുടെ കൂട്ടുകാരിയൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിന്റെ അമ്മ കൊള്ളാമല്ലേ, ഞാൻ ആ കുറച്ച് മാർക്ക് മേടിച്ചുകൊണ്ട് വരുന്നെങ്കിൽ കാണാമായിരുന്നു. അപ്പോൾ എൻ്റെ മോൾ അതിൻ്റെ ബാക്കി മറുപടി കൊടുക്കും. അപ്പോൾ ഈ 3 മാർക്ക് എന്തിയെന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിക്കത്തില്ല. വയറ് നിറയെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട് വരും. വന്നിട്ട് ആ 3 മാർക്ക് എവിടെ പോയോ അത് ആ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്കൂ. അറിഞ്ഞുകൂടാത്ത കാര്യം കുട്ടി എങ്ങനെ ചെയ്യും? ആ കുട്ടിക്ക് എന്തിനവിടെ മാനസികമായിട്ടൊരു സ്ട്രെസ് ഉണ്ടാക്കി കൊടുക്കുന്നു? പഠന സ്ഥലത്ത്, ജോലി സ്ഥലത്ത്, വീട്ടില് മദ്യപാനിയായ അച്ഛൻ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറയുന്നു. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളൊരു 10 മിനിറ്റ് സംസാരിക്കണം. അർജൻറ്റായിട്ട് ഫോൺ കോളുകൾ. എൻ്റെ കൊച്ച് സംസാരിക്കാൻ വരുമ്പോൾ എനിക്ക് അർജൻറ്റായിട്ടൊരു കോള് വരട്ടെ, വെയിറ്റ്. എനിക്കത് ഒരു മരണമൊന്നും അല്ലല്ലോ, ആക്സിഡൻറ്റും അല്ലല്ലോ. എൻ്റെ കൊച്ചെൻ്റെ അടുത്തുണ്ട്, എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്തുണ്ട്, എൻ്റെ കുടുംബക്കാരെൻ്റെ അടുത്തുണ്ട്. പുറമേ ഒരു വ്യക്തി അത്ര അർജൻറ്റൊന്നും ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവരോടൊത്ത് പാടണം, അവരോടൊത്ത് കളിക്കണം, അവരോടൊത്ത് ഓടണം, ചിരിക്കണം. ഡ്രോയിങ് നമുക്ക് അറിയില്ലേലും പോയി ഒരു കുത്തിവര കൊടുക്കണം. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം നമ്മളോട്, നമ്മുടെ കുട്ടികളോട്. ഗ്യാപ്പ് പാടില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്തിനാ നമ്മുടെ കുഞ്ഞുങ്ങളോട് വരട്ടുന്ന? എന്തിനാ? എപ്പോഴും നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ട്, നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഈ വിഷമം എന്നാ ഉണ്ടാവുന്നതെന്നറിയോ? നമ്മുടെ ഫാമിലിയിൽ വരുന്ന വെല്ലുവിളികൾ ഇതൊന്നും അല്ല. വലിയ വെല്ലുവിളികൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ആ ഒരു സമയത്താണ് എൻ്റെ കുഞ്ഞിന് ഞാൻ നഷ്ടപ്പെടുത്തിയ സമയം ഓർക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാമിലി ചലഞ്ചസിൽ ഏറ്റവും പ്രധാനം, ഒരു ക്യാൻസർ പേഷ്യൻ്റായ ഒരു പിതാവ് ആ വീട്ടിലുണ്ടെങ്കിൽ, ആ പിതാവ് മരിച്ച് വരുമാനം നഷ്ടപ്പെട്ടെങ്കിൽ ആ കുടുംബം എങ്ങനെ പോകുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ആ വീട്ടിലൊരു രോഗി, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ ആരും ആയിക്കോട്ടെ, ഒരു ആക്സിഡന്റ് പറ്റിയ ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം.
വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ എത്രയോ. ഇപ്പോൾ എല്ലാവരും പറയും പുതിയ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഫിൻലാൻഡിൽ പോ, സ്വിറ്റ്സർലാൻഡിൽ പോ. ഞാൻ തീർത്തും ചിന്തിച്ച് നോക്കുമ്പോൾ എന്ത് ഫിൻലാൻഡ്, എന്ത് സ്വിറ്റ്സർലാൻഡ്? നമുക്ക് പൈസയില്ല, നമ്മൾ ദാരിദ്ര്യത്തിലാണ്. ഇന്ത്യ